കടലെടുക്കുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ അവകാശവാദങ്ങൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ട്രംപിന്റെ പ്രസ്താവനകൾ വെറും പച്ചക്കള്ളമാണെന്ന് തുറന്നു കാട്ടിക്കൊണ്ട് മെയ്ഡസ് ടച്ച് ഹോസ്റ്റ് ബെൻ മൈസലാസ് രംഗത്തെത്തിയതോടെ അന്താരാഷ്ട്ര തലത്തിൽ ട്രംപ് പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഹോർമൂസ് കടലെടുക്ക് തുറന്നതുമായി ബന്ധപ്പെട്ട വിജയഗാഥകൾ പാടിപ്പുകഴ്ത്താൻ ശ്രമിച്ച ട്രംപിന് സ്വന്തം വാക്കുകൾ തന്നെ തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഹോർമൂസ് കടലെടുക്ക് തുറന്നു എന്നും അത് തന്റെ നയതന്ത്ര വിജയമാണെന്നും വരുത്തി തീർക്കാനാണ് ട്രംപ് ശ്രമിച്ചത്. എന്നാൽ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ കടലെടുക്ക് ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ബെൻ മൈസലാസ് തന്റെ റിപ്പോർട്ടിലൂടെ ട്രംപിന്റെ ഈ കള്ളത്തരങ്ങളെ അക്കമിട്ട് നിരത്തുന്നു. ലോകത്തിലെ ഏറ്റവും നിർണായകമായ ഒരു എണ്ണക്കപ്പൽ പാതയെ സംബന്ധിച്ച് ഒരു രാഷ്ട്രത്തലവൻ ഇത്തരത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ആഗോള വിപണിയെ പോലും തെറ്റായ രീതിയിൽ സ്വാധീനിക്കാൻ കാരണമാകുമെന്ന് മൈസലാസ് ചൂണ്ടിക്കാട്ടുന്നു. ട്രംപിന്റെ ഈ നീക്കം അദ്ദേഹത്തിന്റെ മുഖത്തേറ്റ വലിയൊരു പ്രഹരമായാണ് രാഷ്ട്രീയ നിരീക്ഷകരും കാണുന്നത്. ഇറാൻ യുറേനിയം കൈമാറാൻ സമ്മതിച്ചുവെന്നും ഹോർമൂസിൽ സമാധാനം സ്ഥാപിച്ചുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം ഈ പ്രസ്താവനകളെയെല്ലാം തള്ളുകയും തങ്ങളുടെ നിലപാടുകളിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ട്രംപിന്റെ നയതന്ത്രപരമായ പാളിച്ചകൾ മൂടിവെക്കാൻ വേണ്ടി അദ്ദേഹം ബോധപൂർവം നുണകൾ പ്രചരിപ്പിക്കുകയാണെന്ന ആരോപണത്തിന് ഇത് ശക്തി പകരുന്നു. കടലെടുക്ക് അടഞ്ഞു തന്നെ കിടക്കുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും എണ്ണവിലയെയും വലിയ രീതിയിൽ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്ന് കാണിക്കേണ്ടത് ട്രംപിന്റെ രാഷ്ട്രീയമായ ആവശ്യമായിരുന്നു. എന്നാൽ സത്യം മറച്ചുവെക്കാൻ കഴിയില്ലെന്ന് മെയ്ഡസ് ടച്ച് പോലുള്ള സ്വതന്ത്ര മാധ്യമങ്ങൾ തെളിയിക്കുന്നു. ട്രംപിന്റെ അവകാശവാദങ്ങൾ ഓരോന്നോരോന്നായി പൊളിഞ്ഞു വീഴുമ്പോൾ അത് അമേരിക്കയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ തന്നെയാണ് ബാധിക്കുന്നത്. താൻ വലിയൊരു നയതന്ത്രജ്ഞനാണെന്ന് സ്വയം വിശേഷിപ്പിക്കാറുള്ള ട്രംപിന് ഈ സംഭവം വലിയൊരു നാണക്കേടായി മാറിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഹോർമൂസ് കടലിടുക്കിൽ സംഘർഷം അയവില്ലാതെ തുടരുകയാണെന്നാണ് പ്രാദേശിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ട്രംപിന്റെ ഭീഷണികൾക്ക് വഴങ്ങാൻ ഇറാൻ തയ്യാറാകാത്തതും യൂറോപ്യൻ സഖ്യകക്ഷികൾ ട്രംപിന്റെ നയങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതും സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. ബെൻ മൈസലാസ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ വസ്തുതകളെ വളച്ചൊടിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ട്രംപിന്റെ തന്ത്രം ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ വലിയൊരു തിരിച്ചടിയായി ഭവിച്ചിരിക്കുകയാണ്. ലോകം ഉറ്റുനോക്കുന്ന ഒരു വിഷയത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകുന്നത് ട്രംപിന്റെ വിശ്വാസ്യതയെ വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യപ്പെടാൻ ഇടയാക്കും.